ഈ സംഘടന ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി തുല്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ, ചുരുക്കം പേരിൽ അറിയപ്പെടുന്ന HRPM. HRPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷനും HRPM-നും ട്രേഡ് മാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്കിലും ഒന്ന് രണ്ട് സംഘടനകൾ ഇതേപോലെ സമാനമായിട്ടുള്ള ചിന്താഗതിയിൽ HRPM എന്ന് പറഞ്ഞ എന്തോ ഒരു മിഷൻ എന്നുള്ളത് മൂവ്മെന്റ് എന്ന് വെച്ച് തൃശ്ശൂരിൽ നിന്ന് ഒരു സംഘടന ഇതുപോലെ വന്നിട്ടുണ്ട്. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ തല എല്ലാവരും നമ്മുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ വേണ്ടി കുറെ കാലം ഈ തലയൊക്കെ വെച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ തല വെക്കുന്നതിൽ താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, 2023-24 ഞങ്ങൾ വയനാട് ഈ പ്രോജക്ടിന്റെ ഇനാഗുറേഷന് പോകുന്ന വേളയിൽ തൃശ്ശൂരിൽ നിന്നും പോലീസുകാര് ഈ സംഘടനയുടെ പേരിൽ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ സംഘടനയാണെന്ന് വിചാരിച്ച റെസ്പെക്ട് ഒക്കെ കൊടുത്തു. എങ്കിലും അത് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ അറിയുന്ന കാര്യമല്ല. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്ത് ലെറ്റർ കേട്ടിൽ ഞങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ കോടതിയുടെ ഉത്തരവ് കിട്ടി, സ്റ്റേ കിട്ടിയിട്ട് പോലും ഈ സംഘടന ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഇത്രയും വലിയ ഇന്റലിജൻസും മറ്റുള്ള ലോക്കൽ സംവിധാനവും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഉള്ളിടത്ത് ഈ കോടതിയുടെ ഓർഡർ വെച്ച് നടന്നിട്ട് പോലും നമ്മൾ കാണിച്ചിട്ട് പോലും പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു പേരിൽ ഒരു സംഘടന ഉണ്ടോ എന്ന് ആ രജിസ്ട്രാർ ശ്രദ്ധിക്കേണ്ടതല്ലേ? അപ്പോൾ നമ്മള് അവിടുത്തെ സെക്ഷൻ കോടതിയിൽ നിന്ന് നമ്മൾക്ക് HRPM എന്നുള്ള പേരും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്നുള്ള പേരും ഇന്ത്യയിൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തന്നെയുള്ള ഒരു ഓർഡറിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ DIG ഫോണിൽ ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, സാറിന്റെ മുൻപിൽ തന്നെയാണ്. എപ്പോഴാ? ഞാനിവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒന്നുമില്ല. അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ആളാണ്. ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ ലെറ്റർ കേട്ടിൽ ഒരു പരാതി അതിന്റെ കോപ്പിയും കൊണ്ട് തരാനാ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ലീഗൽ നടപടി സ്വീകരിക്കാം. കോടതിയുടെ ഓർഡർ നമ്മുടെ കയ്യിലുള്ളപ്പോൾ അവർക്കും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് അറിയപ്പെടുന്ന കലക്ടർമാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ വെച്ചിട്ട് മനുഷ്യാവകാശ ദിനം കൊണ്ടാടുന്നു HRPM. ഏത് HRPM? ആൾക്കാർ വിളിക്കും നമ്മളാണോ? അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്നും പറഞ്ഞു തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് 2019-ലോ 22-ലെങ്ങാണ്ട് ഇതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ കുറെ ആൾക്കാർക്ക്, നാട്ടിൽ കണ്ടവർക്കെല്ലാം അവാർഡ് കൊടുക്കുന്നു. ഈ അവാർഡിന് വന്ന ഫോട്ടോസ് വരെ വെച്ച് നമ്മൾ പുറകിൽ നോക്കുമ്പോൾ അവർക്കൊക്കെ അവാർഡ് കിട്ടേണ്ടതാണ്. അവാർഡ് കിട്ടേണ്ടത് ജയിലിലോട്ട് പോകേണ്ട അവാർഡായിരിക്കണം. അതും ഇതേപോലെ പോലീസ് സ്റ്റേഷൻ, കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഈ വിവരം വെച്ച് കൊടുത്തപ്പോ അതിന്റെ യഥാർത്ഥ ആളെ കാണുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ കഴിഞ്ഞ ഈ ഇടക്കാലത്ത് ഇവിടെ കരുനാഗപ്പള്ളിയിൽ ഒരു പ്രോഗ്രാം നടത്തി. 6 നായർ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ രജിസ്ട്രാറിന്റെ അടുത്ത് പോകുന്നു, രജിസ്ട്രാർ IG-യുടെ അടുത്ത് പോകുന്നു. പുള്ളി പറയുന്നത് ഇതെല്ലാം ഇപ്പൊ ശരിയാവുന്നത്. ആ പരിപാടി അവര് നടത്തി. അതെല്ലാം കഴിഞ്ഞപ്പോ ഒരുത്തൻ എന്നെ വിളിച്ച്, ഞാൻ പൂനായി നിൽക്കുമ്പോ ചോദിക്കും, ക്രൈം ബ്രാഞ്ചിൽ നിന്നാ എന്താ കാര്യം? അത് നിങ്ങൾ അവിടെ ഒരു പരിപാടിയുടെ പരാതി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും കഴകത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ ഈ പരാതിയുടെ കാര്യം പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ വാർഡ് തലം തൊട്ട് ദേശീയ തലം വരെയും സംഘടനകള്, കമ്മിറ്റികൾ രൂപീകരിച്ച് ഇപ്പൊ വാർഡിലാണല്ലോ പ്രശ്നങ്ങൾ. എന്താ ജനങ്ങളുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങള് തുടക്കം എവിടുന്നാ? വാർഡിന്നാണ് അല്ലേ? അവിടാണ് നമ്മൾ ഒരു വാർഡ് മെമ്പറെ സൃഷ്ടിക്കുന്നത് അല്ലേ? നമ്മളുടെ ആവശ്യങ്ങള് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അങ്ങനല്ലേ? അപ്പൊ അവിടെ വാർഡിൽ വെള്ളമില്ല, വൈദ്യുതിയില്ല, വിദ്യാഭ്യാസം ചെയ്തവർക്ക് തൊഴിലില്ല. ഇങ്ങനെയുള്ള കലാകാരന്മാർക്ക്
അവസരവുമില്ല. ഇതെല്ലാം പാടുന്ന അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടപ്പിലാക്കണമെങ്കിൽ നമ്മളെ പോലുള്ള ഒരു സംഘടന ആവശ്യമാണ് ജനങ്ങൾക്ക്. അപ്പോൾ എനിക്ക് 2002 ഉണ്ടായ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് 2008 അതൊരു പ്രസ്ഥാനമായത്. 2010 എനിക്കൊരു വാശിയായിരുന്നു. എല്ലാരും പറയും പോലീസുകാരല്ലേ മനുഷ്യാവകാശത്തിന്റെ ഏറ്റവും ലംഘന നിരയിൽ നിൽക്കുന്നത്. നമ്മുടെ ഈ SP കൈലാസനാഥ് സാറിനെ വെച്ച് ഞാൻ തിരുവനന്തപുരത്തും കാസർഗോഡ് എൻഡോസൾഫാൻ 2 പത്രസമ്മേളനം നടത്തിയപ്പം പത്രക്കാര് 48 പേര് ഇതുപോലെ ഇരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് മുട്ടിടിക്കുന്നത്, വിറയ്ക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇതെല്ലാം ചെയ്യുന്നെങ്കിലും കയറി ഒന്ന് പത്രസമ്മേളനം എന്ന് പറയുമ്പോ എന്തെങ്കിലും പറയട്ടെ, ഇതൊരു നേതാവല്ലേ ഇതിന്റെ. ഈ നേതാവ് വളഞ്ഞു പോയാല് മൊത്തം വളയുമല്ലോ, ഇവരും വളയും. അവരുടെ ചോദ്യം അതുപോലെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാ ചാനലും ഇതിലൂടെ അറിയും, ലോകം അറിയാൻ പോവാണ്. എൻഡോസൾഫാൻ വിഷയത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ സംഘടന ഇടപെട്ടു. അവിടെ വേണ്ടുന്ന കാര്യം മൊത്തം ചെയ്തിട്ട് പോലും ഒരു പത്രത്തിലും വന്നിട്ടില്ല. അത് വേറെ കാര്യം. അപ്പൊ അവര് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന പോലീസുകാരെ വെച്ചിട്ടാണോ നിങ്ങൾ ഈ സംഘടന കൊണ്ടുവന്നത്? എനിക്കുണ്ടായ പോലീസുകാരിൽ നിന്ന് തന്നെയാണ് അനുഭവം. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താ, അതിൽ കൊള്ളാവുന്ന നല്ലത് മോശമുണ്ടല്ലോ, ഇത് കൊള്ളാവുന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ 14 ജില്ലയിലും റിട്ടയർഡ് SP-മാരെ വെച്ച് തുടങ്ങിയ ഒരു NGO ആണ്. എത്ര? 2010. അപ്പൊ നമ്മുടെ സംഘടനയുടെ ബലം എവിടെയാണ്? എന്തുകൊണ്ട്? ഇവരുടെ ശിഷ്യന്മാരും ഇവരുടെ സീനിയേഴ്സും സർവീസിലുള്ളപ്പോൾ കൈലാസനാഥന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന് പോക്കറ്റ് അടിച്ച് കുടുംബം പുലർത്തേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ആ രീതിയിലുള്ള ആളാണ്. അതുപോലെ KV സതീശൻ എന്ന് പറയുന്ന ആള്, പിന്നെ V നാരായണ, 2-3 റിട്ടയർഡുകാരൊക്കെ മരിച്ചുപോയി. എങ്കിലും ഓരോ ജില്ലയിലും റിട്ടയർഡ് SP-മാരെ വെച്ച് ഒരു 3-4 വർഷമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. പിന്നെ ഇവരുടെ കാര്യമല്ലേ, ഇവരൊന്നും ഒന്നും ചെയ്യത്തില്ല. അദ്ദേഹത്തിനെ ഇരുത്തി പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് എല്ലാത്തിലും നല്ലത് മോശം ഉണ്ട്. അതിൽ നല്ലതാണ് ഇവിടെ ഇരിക്കുന്നത്, മോശത്തിന്റെ കഥ ഞാൻ പറയുന്നേ. അപ്പൊ പത്രക്കാരോട് ഞാൻ ഇതാ ചോദിച്ചത്, നിങ്ങൾ പത്രധർമ്മം എന്ന് പറയുന്നത് എത്ര പേര് മനസാക്ഷിയോടുകൂടി നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് പറയാമെന്ന് ചോദിച്ചു. നിങ്ങളിലും ഉണ്ട് നല്ലത് മോശം. അപ്പൊ നമ്മുടെ അടുത്ത് ഈ വിമർശനം നടത്തിയവൻ അവിടുത്തെ ഏറ്റവും വലിയൊരു തറ എന്താ പറയുന്നതിന്, എന്ത് അതിനൊരു വേറൊരു പേര് പറയല്ലോ, മഞ്ഞപത്രം. അവനാ ചോദിക്കുന്നത് എന്താ കാലൊക്കെ കെട്ടി ഇങ്ങനെ ആട്ടി ഇരിക്കും. നമ്മൾ വിചാരിച്ചു ഇവനൊക്കെ വേറെ വലിയ സംഭവമാണെന്ന്. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള സംഘടനകളെ പോലെ കൂണ് പോലെ മുളച്ചിട്ടുണ്ട് ഇവിടെ. ആയിരക്കണക്കിന് മനുഷ്യാവകാശ സംഘടനകൾ രജിസ്റ്റർ ചെയ്തിട്ട് വേർക്കാതെ, അവർക്ക് വേർക്കാനൊന്നും പറ്റില്ല. മറ്റുള്ളവൻ എവിടെയെങ്കിലും ഇതുപോലെ ഒരു നല്ലൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പണ്ട് നിലമായിരുന്നു, അത് കുളമായിരുന്നു എന്ന് നോക്കിയിട്ട് ഇങ്ങനെ വിവരാവകാശം വെക്കുക. എന്റെ അനന്തരവൻ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു 5 സെന്റെങ്ങാണ്ട് നികത്തി, ഏതാണ്ട് ഒരു ഓർഡർ മേടിച്ച് നികത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാം, മനുഷ്യാവകാശ കമ്മീഷന്റെ ആള് ഇവിടെ വന്നിട്ട് പറഞ്ഞു, എന്നെ കലക്ടർ നിയമിച്ചിരിക്കുന്ന, നേരിട്ടിട്ട് പോയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. എന്നിട്ട് ചോദിക്കുന്ന 50,000 രൂപ. ഞാൻ ചോദിച്ചു ഇന്ന ആളായിരിക്കുമല്ലോ, നീ ആ നമ്പർ ഇങ്ങോട്ട് താ. ഞാൻ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ച ആളാ. ഞാൻ പറഞ്ഞു അവിടോട്ട് പോയി നീ ചൊറിയണ്ട, വേറെ വല്ലതും പോകുന്നു പറഞ്ഞ് അതും നിന്നു. എന്ന് പറഞ്ഞ പോലെ നല്ലതും മോശവും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു ടീമിനെ ഞാൻ ഇത് ഏൽപ്പിക്കാൻ പോവാണ്. ആ ടീമിനെ കൊണ്ട് നമുക്ക് കേരളത്തിലെ മുന്നോട്ടുള്ള കാര്യങ്ങള്, ഈ വെള്ളമില്ലാത്തവനും വൈദ്യുതി ഇല്ലാത്തവനും റോഡില്ലാത്തവനും ഒക്കെ നമ്മൾ സർവേ കാര്യങ്ങളെല്ലാം നടത്തി. ഇപ്പൊ തന്നെ നമ്മളിപ്പോ നോക്കിക്കേ, ഇന്ത്യ മൊത്തം നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, സ്പെഷ്യൽ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ എന്നും പറഞ്ഞ് വിദേശ, അതായത് നമ്മുടെ കേരളം വിട്ട എല്ലാം നമ്മൾ പ്രവാസികളാ. എന്തോ റോഡുകളാണ്. വികസനത്തിന്റെ കാര്യത്തിൽ അവരെല്ലാം ഒറ്റക്കെട്ട. ഇവിടെ ഒരു സർവീസ് റോഡ് പോലും ആദ്യം വൃത്തിയാക്കി തരാനാണ് ഇതെല്ലാം പൊളിച്ച് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? 2 സൈഡിലേക്കുള്ള സർവീസ് റോഡ് ആദ്യം
റെഡിയാക്കണമായിരുന്നു. ഇത് മണിക്കൂറുകൾ 5-6 മണിക്കൂറുകളൊക്കെയാണ് അരൂരിൽ നിന്ന് നമ്മളിവിടെ ആലപ്പുഴ വരെ എത്തണമെങ്കിൽ. പക്ഷെ അതൊക്കെ ചോദിക്കാൻ പറയാൻ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? തന്റെ ഇടത്തോടെ ജനങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു NGO വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ടുണ്ടോ? ഇല്ല. അവർ വരുവിനി അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അത് കഴിഞ്ഞിട്ട് അസംബ്ലി വരാനായി അല്ലേ? നമ്മളുടെ ഒരു ബലം കാണിക്കുകയാണെങ്കിൽ ഏത് ലെവലിലേക്ക് ഈ സംഘടന പ്രസ്ഥാനം കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങൾ തരികയാണ്. നിങ്ങളുടെ കഴിവുകൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാതെ, നിങ്ങളുടെയൊക്കെ ബിസിനസ്സുകൾ പലതും കാണും, അതൊക്കെ ഇതുമായിട്ട് ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. കഴിവുള്ള ഒത്തിരി ആൾക്കാർ ഇതിന്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട്. അവരൊക്കെ നടത്തുന്നത് ഭയങ്കര പ്രസ്ഥാനങ്ങളാണ്. അതിലും ചിലപ്പോൾ നിങ്ങൾ പരസ്പര പരിചയപ്പെടലിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തരുടെ കപ്പാസിറ്റി എന്താണ്. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ജോലികൾ നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റും. അപ്പൊ ചീറ്റിംഗ് ഉണ്ടാവും ഇല്ല. ഇപ്പൊ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പല കുട്ടികളും വിദ്യാഭ്യാസം ചെയ്ത് പോകുന്നുണ്ട് ജോലിക്ക് വേണ്ടി. ഇപ്പൊ വിസ എടുക്കുന്നു, അവിടെ പോകുന്നു, വിസിറ്റിംഗ് എടുക്കുന്നു, പോകുന്നു, ഇന്റർവ്യൂകൾക്ക് അവർ നേരിട്ട് അറ്റൻഡ് ആകുന്നു. ലാസ്റ്റ് ചിലപ്പോൾ ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശമ്പളമില്ല. ഇപ്പൊ പല ആൾക്കാരും നമ്മളോട് സഹായം ചോദിക്കാറുണ്ട്. നമ്മൾ ആ ജോലി ഭാഗത്തേക്ക് നമ്മളിപ്പോ നീങ്ങാറില്ല. കാര്യം ജോലി പറഞ്ഞാൽ കൊടുക്കും, പിറ്റേ മാസം തൊട്ട് പറയും ശമ്പളം കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞുവിടാൻ തോന്നുമോ? അപ്പൊ വിദേശത്ത് ഉള്ള കുറെ പ്രവാസികൾ ഇവിടെ ഉണ്ട്. ഈ പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ പ്ലംബിംഗ് ആണ് പ്ലംബർ, ഇലക്ട്രീഷ്യൻ ആണ് ഇലക്ട്രീഷ്യൻ, എഞ്ചിനീയർ ആണ് എഞ്ചിനീയർ. അതുപോലെ കോർഡിനേഷൻ, അവിടുത്തെ ജീവിത ശൈലികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് ഇന്റേൺഷിപ്പിന് വരുന്ന പോലെ ഒരു പ്രോജക്റ്റ് പോലെ ചെയ്യുകയാണെങ്കിൽ എത്രയോ ആൾക്കാർ രക്ഷപ്പെട്ടു പോകും. പക്ഷെ പ്രവാസികൾ അനുഭവിച്ചത് നമ്മുടെ കോവിഡ് സമയത്താണ് അല്ലേ? എന്തെല്ലാം ഓഫറുകളായിരുന്നു. പക്ഷെ അതെല്ലാം മറന്നുപോയി ആൾക്കാർ. ആ ഓഫറുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഇവിടെ എല്ലാം സംവിധാനം ചെയ്തെന്നാണ് പലരും പറഞ്ഞത്. ഞങ്ങൾ ഒരു 1000കണക്കിന് ലെറ്റർ അയച്ചിട്ട് ആയിരങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതോ ഒരു കുട്ടി ഏതൊരു സ്ഥലത്തു നിന്നാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആസാമിൽ ഏതോ ഒരു ബോർഡിന്റെ സൈഡില് 18 പേര് ഗവൺമെന്റിന്റെ പ്രോജക്റ്റുമായിട്ട് ഇന്റേൺഷിപ്പുമായിട്ട് പോയതാ. വിളിച്ചു പറയുന്ന അമ്മേ ഇനിയും നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഒരു വോയിസ് ആണ്. അപ്പം നമ്മളെ ഏൽപ്പിച്ചത് നമ്മുടെ കൂടെയുള്ള ഒരു പയ്യനായതുകൊണ്ട് ആ ബന്ധം ഉപയോഗിച്ച് നമ്മൾ മൊബൈൽ നമ്പർ കളക്ട് ചെയ്തു. ആദ്യമായിട്ടുള്ള കൊറോണ സമയത്തുള്ള ആ പുറം ലോകത്തുള്ള ദുഃഖം ഞാൻ ആദ്യം തന്നെ നമ്പർ എടുത്തിട്ട് ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് അതിനകത്ത് ചാർജ് ഉണ്ടോ? ചാർജ് ഇല്ല. പെട്ടെന്ന് തന്നെ പൈസ വെച്ച് ചാർജ് ചെയ്തു. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാ സംഭവിച്ചത്? ഞങ്ങൾ 15 പേരുണ്ടായിരുന്നു, 14 പേര് പോയി, ഞാൻ ഒറ്റയായി പോയി, ഇനി നാട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മേ. ആ വോയിസ് കേട്ടാൽ നമ്മൾക്ക് കരഞ്ഞു പോകും. മനുഷ്യത്വം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, മനുഷ്യത്വം ഇല്ലേ പറ്റിയല്ല, അവര് കണക്ക് കൂട്ടും. ഞങ്ങൾ ആദ്യം തന്നെ അവിടെ രാധാമണി മേഡത്തിന്റെ നിർദ്ദേശപ്രകാരവും പുള്ളിക്കാരത്തെ കൊണ്ട് തന്നെ ഞാൻ ആ കൊച്ചിന് വേണ്ടുന്ന ആ മൊബൈലിലേക്ക് ആദ്യം ചാർജ് ചെയ്ത് കൊടുത്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. 1 മണിക്കൂറിനുള്ളിൽ അതിന് വേണ്ടുന്ന സാധനങ്ങളും എല്ലാം മിലിറ്ററി സംവിധാനത്തോടു കൂടി അവിടെ വാതിക്ക കൊണ്ടുവന്ന്, അവരുടെ റൂമിന്റെ വാതിക്ക കൊണ്ടുവന്ന് വെച്ചു. ആദ്യം കേരളത്തിലേക്ക് വന്ന ട്രെയിനിലേക്ക് ആ കൊച്ചിനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചു. അപ്പൊ അവിടെ ചാനലുകാരും എല്ലാരും കൂടെ ഫസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ടായപ്പോ ചിലർ പറയുന്നുണ്ട് നമ്മളാണ് ചെയ്തത് അങ്ങനെ പറയാനുള്ളൂ, സർക്കാരിനെ മോശമായിട്ടൊന്നും പറയരുതെന്ന്. ഓർമ്മയുണ്ടല്ലോ? അവര് പറഞ്ഞല്ല, ഒരു പ്രകാശ് ചെന്നിത്തല എന്ന് പറയുന്ന സംഘടനയാണ് ഞങ്ങൾക്ക് ഇത് വേണ്ടി. അപ്പോഴത്തേക്ക് അതങ്ങ് കട്ടാക്കി മാറ്റി. അപ്പം എല്ലാവരും ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളാണെന്നുള്ളത് കാണിക്കാൻ നിൽക്കുകയാണ്. ഈ ഞങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാൻ കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ ക്രമീകരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊരു ചെറിയ ഉദാഹരണമാണ്. പക്ഷെ പിന്നീട് നമ്മൾ അതിനെ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. അതും പറയാം, നാട്ടിൽ വന്നിട്ട് പോലും നമ്മളെ വന്ന് കാണാനൊന്നും വന്നില്ല. പക്ഷെ നമുക്ക് അതിലൊന്നും പ്രയാസമില്ല. കാര്യം 1000കണക്കിന് ആൾക്കാർ ഇതുപോലെ വന്നു പോകുന്നുണ്ട്. ചിലർ വലിയ ഓഫറുകളുമായിട്ടൊക്കെ വരാറുള്ളത്. നമുക്കത് ചെയ്യാം, ഇത് ചെയ്യാം, ഇപ്പൊ ഇങ്ങനെ ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ അവിടെ ഒരു കേസുണ്ട്, അതിന്റെ പുറകിലൊന്ന് വരണം, പിന്നെ അതിൽ നിന്ന് കുറച്ച് കിട്ടും, അപ്പൊ സംഘടന വളർത്താം. അങ്ങനെയും കുറച്ചൊക്കെ പോകേണ്ടി വരുന്നത് എങ്ങനെയാ? ചില ആൾക്കാരെ വിശ്വസിച്ച് ചെല്ലും, അവസാനം ചെല്ലുമ്പോൾ നമ്മൾ പോയത് ഏറ്റവും വലിയ കയത്തിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആരും മനഃപൂർവ്വം ഒരു പ്രശ്നത്തിൽ പോയി ചാടുന്നതല്ല, ചില സാഹചര്യങ്ങളിലൂടെ ചാടിക്കുന്നതാണ്.
ഇന്നത്തെ അജണ്ട എന്ന് പറയുന്ന പലരും എന്നോട് ചോദിച്ചു, നമ്മൾ പറയുന്ന അജണ്ട ഉച്ച കഴിഞ്ഞൊരു ഭരണസമിതി ഉണ്ടാവും. ആണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു യോഗമൊക്കെ വിളിച്ച് അവരെയൊക്കെ കഴിഞ്ഞ് പുതിയ ഭരണസമിതി വരും. കേരളത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെളിയിൽ നിൽക്കുന്ന പ്രവാസികൾ ആരെ സമീപിക്കണം, അത് കൃത്യമായിരിക്കും. അടിക്കും ചിട്ടയിലും ഇതിന് ഓഡിറ്റിംഗ് ഉള്ളതാണ്. അതുപോലെ ഇൻകം ടാക്സിന്റെ 12 ACG ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് ദർപ്പൺ, നീതി ആയോഗ്, അല്ലെ, പ്ലാനിംഗ് കമ്മീഷൻ, ഇതിലൊക്കെ രജിസ്റ്റേർഡ് ഉള്ള ഒരു NGO എന്ന് പറയുമ്പോൾ അതുപോലെ മനുഷ്യാവകാശ സംഘടനയ്ക്ക് എവിടെയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. Today is a great day for me. I know that where I am standing, Kerala is a special state in India. I don't know how many of people know this is called as a country of God, God's own country. This is a very special bhumi. This is the Tapobhumi where we are standing. And really I am appreciating, thankful from the bottom of my heart, Prakash sir. I want to grab your attention, Prakash sir, that though I am the North Indian, but giving me the chance, the Kerala, this can be happening only Kerala. Big clap for him. I know that now I am joined as a vice president. No doubt, I don't believe on the father and whatever he is doing, his love and affection. I believe in work, what I am doing today. I don't believe that how many awards in my life I am getting, I got. I don't bother how many, degrees I am having. But I believe that how much I am applicable for the society. What I am doing for my nation is important for me. I was with Mr. Gadkari. He is very close to me. I am working with him last 18 to 20 years personally. Very good person. I am very close to Mohan Bhagwat sir. He is just my neighbor. And sir told me like in Nagpur, it's a girl, you can pillar of RSS. I'm connected to the RSS from last 20, 25, 30 years. And I know that when I'm serving in the nation, sir started, the name as it said reflect, Prakash, the divine light. He has started this mission in 2012. I don't know how many people will aware. There are 1,924 NGOs working as a human right protection. Only even 1% not working properly. They are earning the money. I know that, sir. We are not in the big area, but sooner or later will grow because the good things, the divine things reflect slowly, not immediately. See the history of the nation who worked very hard. But important thing as a legal, my father was advocate. He told me learn from the legal concern. And when I was practicing as a lawyer, and I got a lot of things. Now when I'm connecting this human right protection mission, I saw their bylaws. This is I'm telling you, only 2 or 3 NGOs are there. Those are working in the Human Rights Commission. They are working properly. All are, believe on me, on this stage, I'm telling you. They are just the money-making machine. They are not any concerns about what the human right. First, one should understand we are the human being. First, when we are the human being, and now today's reflect that I'm coming from, sir is coming from, Patna. Basically, I'm North Indian, born in Kanpur, and now settled in Maharashtra, and I'm coming in Kerala. Now this is my country, this is my nation. Though I don't know Kerala, but I was feeling that passion and that love and affection towards me. I cannot forget these things. I'm assuring you, Prakash, this is not my word, but till my end of my life, I am really will be with this HRPM, Human Rights Protection Mission, till my death, because this is really working very hard. Doesn't matter, sir, who care about the money. Money will come to us. We'll prove ourselves. Ultimately, why we are the less people. We are the human being. Now people don't know they are the human being. And after if they are not realizing they are the human being. Why I am on this earth? Why I born in Kerala? Why I born in Yoga Bhumi? They don't know. Second is,
okay, if somebody knows that I am the human being, what is our right? Constitution gave us the right. We don't know why we are suffering. Indian people are suffering because we don't know our right. Why? Lot of things they are suffering. I saw Mrs. Nair made me, and when I'm finding that, and really thanks to God Almighty for giving me the platform, just like this Human Rights Protection Commission. I'm very fortunate, and this is the God, gave me this opportunity to serve. To protect the human right is very important part. And this is not the small things. Protection of conjugal right, protection of human right. People are not aware of that. That's why we are suffering. And this platform is working very hard. Now sir is also famous. Prakash sir is famous in Maharashtra. He went. Now he's working very hard, sir. I'm telling you. I can see his dedication. Nobody can understand this one. और सर ऐसा होता है कि जो हमारे हिंदी में कहते हैं कि जो चीज जहां पे पैदा होती है. I am coming from Nagpur. It is called the Orange City. Somebody asked me, sir, orange कहाँ है? मैंने कहा मैंने देखा ही नहीं orange कहाँ है. अभी तो orange मुझे नहीं दिख रहा. मैंने कहा कहाँ है orange? बोले गया foreign orange. तो जो चीज जहां पे पैदा होती है उसकी कदर कभी वहां पे नहीं होती है. और सेम थिंग हमारे प्रकाश सर के साथ में. Because he is not getting that hand, that people, and believe on me, only that human right, this protection mission can change the entire world, entire nation. This is my today, this platform I am telling you. I am not the leader. I don't believe on the talking. That is for the thing. But I think that we should make this mission very strong. And especially this is generated, the people are now, I think there are so many people are joining. The people are joining from, they are joining from Haryana, they are joining from Delhi, they are joining from other states also, because we are working very hard. I'm not that, I don't believe in the dream. Okay, but what in real part, I'm telling you that this mission will grow as soon as, within a span of time. And as a vice president, definitely, sir, I'm assuring you on this platform, I will try to give my best to you. Within a year, we'll definitely enroll in World Human Rights Commission, this organization. Definitely, I'm telling you. But one should understand, you should understand, bring more people in this, become more member, because this is, this is NGO. Why NGO is there? Non-government organization, because government knows why this organization, we are here. Jiska saath, judiciary nowadays is completely corrupted. This platform, I'm telling you, they are helpless. 5 lakhs, only 26 lakhs cases are pending, Prakash sir. 26 lakh cases are pending before the court. So many are suffering. Kab hoga usko? Who will take care of that? Politics, the political people, they are helpless. The police prasashan is helpless. To whom is served? We have to come forward. We have to join this type of mission, this type of NGO work. I am telling you, खुद के लिए तो कोई भी जीता है दुनिया में. आते हैं लोग ऐसे चले जाते हैं. सही व्यक्ति तो वो है कि जो कुछ समाज को दे के जाए. और व्हाट आई एम थिंकिंग कि सही अचीवमेंट इंसान का क्या होता है, प्रकाश सर पता है? कहते हैं कि जो पेड़ जहाँ पे लगता है उसको उसका फल वो नहीं खाता है. आज आपका किया हुआ वर्क डेफिनेटली इट विल लिक्विड, it will reflect long time, I am telling you, because we don't know the power of human right. आने वाले 15 साल human right protection के होंगे. Lot of people are suffering, पता ही नहीं किसी को क्या है. We don't know our right, we don't know our duties. So as soon as because I am not, this is not just a lecture, but जितने भी लोग यहाँ पे बैठे हैं, आप इस बात को समझें, अच्छे से हम इस बात को समझ लीजिए कि पहले तो हम भारतीय हैं. हम पहले भारतीय हैं. कितना अच्छा डाइवर्सिटी में सी. दिस कैन बी ओनली हैपन इन केरला, प्रकाश सर, दैट आई एम नॉर्थ इंडियन एंड आपने मुझे यहाँ पे आके बुला के ये सम्मान दिया है. कौन देता है आज के समय में? विदाउट एनी आस्किंग एनीथिंग, बिकॉज ही इज रियलाइजिंग द पावर. मैं सर के साथ में बहुत दिनों से जुड़ा हूँ. He came, we were together, Pune, we were together, he went to Patna. I am finding उनके अंदर कितना पैशन है कि मुझे कुछ करना है, ये मिशन को ऊपर लाना है. बट अनफॉर्चुनेटली ये होता है सर, कि जब अच्छी चीजें होती है ना तो उसके लिए सपोर्ट धीरे धीरे मिलता है, मिलियन, लेकिन लॉन्ग टर्म मिलता है.
शराब एकदम असर करती है, दूध जो दूध होता है मिल्क वो थोड़ा धीरे धीरे असर करता है, अच्छी चीजें थोड़ी सी रिफ्लेक्ट होने में समय लेता है. Definitely the government will come to us sooner or later, but what each and every member who are sitting here, this is my request to all of you, this is my request, heartly request to all of you. मेरी सबसे हाथ जोड़ के विनती है, please support Prakash sir wholeheartedly. I am telling you, we never knows, because please help him, support him जितना हम कर सकते हैं, क्योंकि ये ऑर्गेनाइजेशन वो जगह पे जाने वाला है. He is not earning a things, you know, but इतने बड़े लोगों को कौन जोड़ता है? He joined the people, come, giving love and affection to everybody through this platform. You come, I am giving you come, you join, going everywhere. I think that this is our responsibility. No, it doesn't matter. Don't worry that कितने लोग हम हैं. 5 पांडव भी sufficient है. We do not want 100 Kauravas. We need 5 people in this organization. Those who will work dedicatedly, selflessly, and protect the human right. लोगों को कितनी तकलीफें हैं आज. The child abduction is there, you know. There are lot of things, lot of pain, medical mafia, educational mafia, land mafia. Lot of things are there. And those who are the sensitive, they are understanding क्या हो रहा है दुनिया में. Who will change this world? कौन बदलेगा इसको? हम ही बदलेंगे. कौन बदलेगा? Don't see that कि चलो हमको कोई प्रशासन मदद कर देगा. हम this and today just take this oath कि हम यहाँ पे आज आए हैं to will support Prakash wholeheartedly. I am with him, sir. I will be with you 100%. I am telling you, this is not my word, because you are working very hard. I can understand your passion. कभी-कभी हो सकता है कि you know my father told me, जब पापा की डेथ हो रही थी तो उन्होंने मुझे कहा था कि बेटा सफलता का राज क्या है. मैंने कहा पापा पैसा तो होना चाहिए. बेटा कौन कहता है पैसा होना चाहिए. My father told me, जब वो डेथ उनका हो रहा था तो उन्होंने कहा बेटा सफलता का चीज ये है कि कितने अच्छे लोग आपके आके मिल रहे हैं. How many people are good people are joining you. That is important. That is very important. So today I got that as a sir आपने दिया पद. I will definitely take care of that. कि हमारे कोई भी चीजों का ये ऑर्गेनाइजेशन इतने ऊपर जाए, not into the Kenya. But now we are definitely today in this platform. I am assuring you sir, this will go on the pan India level. पूरा हम पूरे इंडिया में इसको एक्सपांड करेंगे और अच्छी चीज जरा. बट डेफिनेटली विल जॉइनिंग सर के साथ में. व्हेन आई फाइंड ही इज कमिंग, सारे लोग सर को कितना चाहते हैं, हिंदी लोग कितना चाहते हैं. बिकॉज व्हाई ही इज नॉट आस्किंग एनीथिंग टिल डेट. ही डिड नॉट आस्क एनीथिंग. आई एम अश्योरिंग यू, आज तक के सर ने किसी से कोई हेल्प भी नहीं मांगी होगी. बट प्लीज कीप दैट लिव फॉर ह्यूमन राइट प्रोटेक्शन मिशन. दिस इज अ वेरी बिग मिशन. बहुत सारे वेरी वेरी बिग मिशन. ये मिशन नहीं है. टेक इट पैशन एंड ऑल ऑफ यू, आई एम टेलिंग यू, माय ब्रदर्स एंड सिस्टर्स, दोज आर सिटिंग हियर, so many people they are learned here. I am telling you, बहुत बड़ी बात है. इसको आप जोड़ के हम आज प्रण करेंगे और लोगों को जोड़ेंगे इसके साथ में. टेल देम कि व्हाट इज. बट बिफोर दूसरों को जोड़ने के पहले तो सबसे पहले हम स्ट्रांग हो जाएं कि व्हाट इज द ह्यूमन राइट. कितने लोगों की हम मदद कर रहे हैं थ्रू दिस प्लेटफॉर्म. दिस इज द ओनली प्लेटफॉर्म हु विल हेल्प अस. आप इस प्लेटफॉर्म के साथ में आप जाइए, डेफिनेटली यू विल गेट द एवरीथिंग. यू विल गेट. आज से 1 साल बाद में ये प्लेटफॉर्म का सिर्फ आप नाम ले दोगे डेफिनेटली. एंड नाउ सर आई एम assuring you on this platform that in the month of January I am conducting a very big session in Nagpur. Definitely the Gadkari ji will come there. Definitely. He said I will come. I told him, sir, you know, last meeting my son, he got, you know, he was 3rd topper in VNIT engineering, and I met Mr. Honorable Gadkari sir. He said कि sir, मैंने कहा sir, I joined this mission, so very good, do it. I will also come. This is required. आज के समय की जरूरत है ये. सबने आना चाहिए. और सबसे पहले एक last small story I can share with you. I think sir, I will take only 2 minutes, Prakash sir, just 2 minutes. I want to share each and everyone. Just listen carefully. This story will change your life. A man was searching something under the tree. एक आदमी कुछ तो भी है ना खोज रहा था. उसका फ्रेंड उधर से आया. One of his friend came and that fellow asked, फ्रेंड ने पूछा कि क्या ढूंढ रहे हो. He said, I lost my key. मैं वो अपने जो कुंजी बोलते हैं उसको, वो मैं गुम गई है मेरी, मैं ढूंढ रहा हूँ. Oh really?
You lost your key, I will help you. वो भी शुरू हो गया ढूंढने के लिए। करते करते ऐसे हमारे शरीर के 500 लोग जुड़ गए वहां पे आके। All were helping him. सबके सब उसको हेल्प करने लगे। हाँ, we will help you to search the key. आपकी जो की है, जिसको ताले की चाबी कहते हैं, वो गुम गई। सब लोग ढूंढ रहे हैं। एक समझदार व्यक्ति आया, प्रकाश के सरी का एक जन, उसने कहा क्या खोज रहे हो आप? What you are searching? That fellow said, we are searching key. तो अच्छा भूमि कहाँ थी? Where you lost that key? He said that top of the hill I lost that key. वो जो हाँ बहुत बड़ा पहाड़ देख रहे हैं वहाँ पे मेरी गुम गई है। Why you are searching here? Then why you are searching here? That fellow said. Then all the people asked that fellow, why you are searching here? He said, because there is no light. Here is a light. That's why I am searching here. The moral of the story is that the power is inside us. Power is inside us. All things are inside us. We have to realize that. Today, please say, raise your hand that we will help, we will support Prakash sir. Please raise your hand. If really with your mission, raise your hand. Not like this. What is this? I don't know what is this. Okay, will you support? Say yes. Will you support? Will you support? Yes. Now today, what is our identity? HRPM. We are the missionary. Real missionary, I am telling you, really missionary. Okay, those who are responsible for the protection of the human rights. Thank you very much, Prakash sir. Thank you all of you. And thank you all of you also. I hope that definitely I'll come up to the expectation. God bless you all. ഓരോ ഓഡിറ്റോറിയങ്ങളും ഓരോ ഇൻഫർമേഷൻ സെന്ററാക്കി ഞങ്ങൾ വർക്ക് ചെയ്യും. ആ ഇൻഫർമേഷൻ സെന്ററിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് അത് മുകളിലേക്ക് പോവുകയും അതിന് നാഷണൽ ലെവൽ വരേക്കും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി അതിനൊരു തീരുമാനം ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു രീതിയായിരിക്കും ഞങ്ങൾ അവലംബിക്കുന്നത്. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ഈ ഐ കാർഡുമായിട്ട് ചെന്ന് തൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ ദുർവിനിയോഗപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിലുള്ളത് തന്നെയാണ്. അതിന് വിപരീതമായിട്ട് ഒരു നല്ല രീതി അവലംബിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോ അംഗങ്ങളും നിർവഹിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.